Hi everyone, it's Sherin here. Recently, I injured my leg while playing and now rely on crutches to walk for the last 40 days. This has brought a lot of sadness and loneliness into my life. The depression was overwhelming and every step reminded me of my struggle. But through this pain, I have found strength. Each day, I'm learning to push through and rise again. Stay with me until the end as I share my journey from despair to hope and how we can find strength in adversity together. And this is my story. ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. സോ എൻ്റെ ഈ ഒരു ചാനലിലേക്ക് പുതുതായിട്ട് വന്നിട്ടുള്ള എല്ലാ പുതിയ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് നന്ദി. ഇനി സബ്സ്ക്രൈബ് ചെയ്യാണ്ട് എൻ്റെ വീഡിയോ കാണുന്ന 78% ആളുകളുണ്ട്. നിങ്ങളും കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്തിന് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ സോഷ്യൽ ഫൺ ക്രിക്കറ്റ്. നമ്മളിവിടെ ഹാർഡ് ടെന്നീസ് ബോളിലാണ് ക്രിക്കറ്റ് കളിക്കുന്നത്. അന്നത്തെ ദിവസം ഞാൻ ഏകദേശം 2 മണിക്കൂറോളം ഓടി തളർന്ന് ക്ഷീണിച്ച് ക്രിക്കറ്റ് കളിച്ച സമയത്ത് എനിക്കൊരു ബാറ്റിംഗ് ഓപ്ഷൻ കിട്ടി. അതായത് ആ ഒരു സമയത്താണ് ഞാൻ ബാറ്റ് ചെയ്യാൻ കയറുന്നു. അപ്പം എനിക്കിട്ട് ബോൾ എറിഞ്ഞ ആൾ വളരെ ഫാസ്റ്റായിട്ടാണ് ബോൾ എറിഞ്ഞത്. ബോൾ ഡിഫെൻഡ് ചെയ്യാൻ നോക്കിയാൽ ബോളിൻ്റെ കാഫ് മസിലിൽ ഹിറ്റ് ചെയ്യുകയുണ്ടായി. അങ്ങനെയാണ് എൻ്റെ കാലിന് ആ ഒരു വേദന സ്റ്റാർട്ട് ചെയ്യുന്നത്. ഐ തോട്ട് അറ്റ് ദാറ്റ് ടൈം എൻ്റെ കാലിന് മസിൽ കയറിയതാണെന്ന്. പക്ഷേ മസിൽ കയറിയതല്ല, ഇത് ശരിക്കും എൻ്റെ കാലിന് വേറൊരു സംഭവം ആണ് ക്രിയേറ്റ് ചെയ്തത്. ഏകദേശം ഒരു 7 ദിവസം ഞാൻ എൻ്റെ വീട്ടിലിരുന്നു. ഈ കോൾഡ് ഹോട്ട് എല്ലാ തരം സാധനങ്ങളും എൻ്റെ കാലിൽ ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ ഒരു ഡിഫറൻസും കണ്ടില്ല. എൻ്റെ കാലിൻ്റെ മസിലിൽ ആ ഒരു പോർഷൻ ഭയങ്കരമായിട്ട് സ്വോളനായിട്ട് അങ്ങനെ തന്നെ ഇരിക്കുമായിരുന്നു. എനിക്ക് ഒട്ടും മൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല, ബാത്റൂമിൽ പോലും പോകാൻ പറ്റത്തില്ലാത്ത അവസ്ഥയിലായിരുന്നു. സോ ഞാൻ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ എൻ്റെ വൈഫ് കൊണ്ടുപോയി. സോ അങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരനോട് ഉണ്ടായിരുന്നുണ്ട്, അവൻ്റെ കാറിലാണ് കൊണ്ടുപോയത്. സോ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുപോയി. ഇടിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ സ്കാൻ ചെയ്തപ്പോൾ മനസ്സിലായി എൻ്റെ കാലിൽ മസിൽ ടിയർ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഫർദർ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അവരൊരു പ്രൈവറ്റ് റേഡിയോളജിയിലേക്ക് നമ്മളെ റെഫർ ചെയ്തു. ഐമഡ് റേഡിയോളജി എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ഇവിടുത്തെ ഫീസിൻ്റെ കാര്യങ്ങളും കൂടെ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. നമുക്കിവിടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ഫീസൊന്നുമില്ല. നമ്മൾ മെഡിക്കെയർ PR-ലായതുകൊണ്ട് നമുക്കവിടെ ചാർജും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ നമ്മൾ റേഡിയോളജിയിലോട്ട് നമ്മളെ സ്കാനിങ് സെൻറ്റർ ഐമഡ് റേഡിയോളജിയിലോട്ട് നമ്മളെ റെഫർ ചെയ്തു. നമ്മളവിടെ പോയി സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പം വേറൊരു സംഭവം അവിടെ കണ്ടുപിടിച്ചു. എൻ്റെ കാലിൽ മസിൽ ടിയർ മാത്രമല്ല, ഒരു ബ്ലഡ് ക്ലോട്ട് ഉണ്ട്, ദാറ്റ് ടു ബി ഇൻ 5 സെൻറ്റിമീറ്റർ. സോ ഇത്രയും പ്രശ്നങ്ങളുണ്ടായിരുന്നുകൊണ്ട് തന്നെയാണ് എൻ്റെ കാല് അനക്കാൻ സാധിക്കാണ്ടിരുന്നത്. അതൊരു ഭയങ്കര സീരിയസ് കാര്യമായിരുന്നു. ആൻഡ് ദ മെയിൻ തിങ് ഈസ് ഇറ്റ്സ് എ ലൈഫ് ത്രെട്ടനിങ് ഇഷ്യൂ ഫോർ മീ. സോ എപ്പോൾ വേണമെങ്കിലും ഈ ബ്ലഡ് ക്ലോട്ട് തിരിച്ചു വരാം. അതുകൊണ്ട് എപ്പോഴും ലൈഫിൽ സൂക്ഷിക്കണം എന്നാണ് ഡോക്ടറിൻ്റെ അഡ്വൈസും കിട്ടിയത്. സോ അങ്ങനെ സ്കാനിങ് സെൻറ്ററിൽ നിന്നും നമ്മൾ GPയുടെ അപ്പോയിൻമെൻറ്റ് എടുത്തു. ഇവിടുത്തെ GPയുടെ അപ്പോയിൻമെൻറ്റ് നമ്മൾ പൈസ കൊടുക്കണം. ബൾക്ക് ബില്ലിംഗ് ആയിട്ടൊന്നും തന്നെ ഇല്ല. ബൾക്ക് ബില്ലിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ് ആയിരിക്കും ഫണ്ട് ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഫണ്ടിങ് സോഴ്സ് ഉണ്ടാവും. അങ്ങനെയാണ് നമുക്ക് ഇത് കിട്ടുന്നത്, അതായത് ഫ്രീ ആയിട്ട് സർവീസുകൾ കിട്ടുന്നത്, ലൈക്ക് ഇൻ NHS UK. പക്ഷേ ഇവിടെ നമ്മൾ പ്രൈവറ്റാണ് എടുത്തിരിക്കുന്നത്. സോ ഹാഫ് ഓഫ് ദ പ്രൈസ് നമ്മൾ കൊടുക്കണം, ബാക്കി മെഡിക്കെയർ ആണ് കൊടുക്കുക. മെഡിക്കെയർ കാർഡിൽ നിന്നാണ് അത് പോകുന്നത്. ഓക്കെ, ആ ഒരു സർവീസ് ഇവിടെ കിട്ടുന്നുണ്ട് ഓസ്ട്രേലിയയിൽ. ഇതൊക്കെയായിരുന്നു സംഭവം കേട്ടോ. അപ്പം ഈ ഒരു സംഭവം കിട്ടി. നമുക്ക് നേരെ എനിക്ക് ഇടിയിൽ നിന്ന് തന്നെ ആ ഒരു ക്രച്ചസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്ന് തൊട്ട് എൻ്റെ സന്തത സഹചാരിയായിരുന്നു ക്രച്ചസ് എന്ന് പറയുന്നത്. ഏകദേശം 40 ദിവസമായി ഞാൻ എപ്പോഴും മെഡിക്കേഷൻ കഴിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. കംപ്ലീറ്റ്ലി ക്യൂർ ആയിട്ടില്ല, ബട്ട് ഐ എം ട്രൈങ് ടു വോക്ക് ആൻഡ് ഡു മൈ തിങ്സ്. കാരണം ഇത്ര നാളും ഞാൻ വീട്ടിലുള്ള സമയത്ത് കുക്കിംഗ് മുതൽ എല്ലാ കാര്യങ്ങളും എൻ്റെ വൈഫാണ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഐ എം താങ്ക്ഫുൾ ടു ഹർ. ഇനി അവളെ ഡിസ്റ്റർബ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇവിടുത്തെ 5 ദിവസത്തെ ഡ്യൂട്ടിയും ചെയ്യണം, അതുപോലെ തന്നെ എൻ്റെ കാര്യങ്ങളും ചെയ്യണം എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. പിന്നെ അത് മാത്രമല്ല, എനിക്കത് ഇഷ്ടമല്ല. എൻ്റെ കാര്യങ്ങൾ പേഴ്സണലി എനിക്ക് ചെയ്യുന്നതാണ് ഇഷ്ടം. ഞാനത് അങ്ങനെ പഠിച്ച് ശീലിച്ച് വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കാര്യം ചെയ്യാൻ വേറൊരാളെ ഞാൻ ഒരിക്കലും ക്ഷണിക്കാറില്ല, അതിപ്പം എൻ്റെ വൈഫാണെങ്കിൽ പോലും. സോ അതുകൊണ്ട് ഞാൻ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. ഈ ഒരു ഫ്രസ്ട്രേഷൻ എൻ്റെ മനസ്സിലെ നെഗറ്റീവ് തോട്ട്സ് ഭയങ്കരമായിട്ട് ബിൽഡ് ചെയ്യാൻ തുടങ്ങി. സോ ഞാൻ എങ്ങനെയാണ് ഈ ഒരു തോട്ട്സൊക്കെ കോൺക്വർ ചെയ്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലൈക്ക് വി നീഡ് ഫ്രണ്ട്സ്. നമ്മുടെ ഫ്രണ്ട്സാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. ബട്ട് നിങ്ങൾക്കൊരു സെൽഫായിട്ടുള്ളൊരു തോട്ട് ക്രിയേഷൻ അല്ലെങ്കിൽ ഒരു അസസ്മെൻറ്റ് എപ്പോഴും ഉണ്ടായിരിക്കണം. സോ എനിക്ക് എൻ്റെ മനസ്സിൽ കുറേയധികം സങ്കടങ്ങളുണ്ടായിരുന്നു. കാരണം ആ സങ്കടങ്ങളുടെ കാര്യം എന്ന് പറയുന്നത് ഇവിടെ ജോലി കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ടാണ്. ഇവിടെ വന്ന സമയം തൊട്ട് ഞാൻ ചെയ്യുന്നൊരു ജോലി എന്ന് പറഞ്ഞാൽ ഊബർ ഈറ്റ്സ് ആണ്. ഊബർ ഈറ്റ്സും കൊണ്ട് നമുക്ക് അത്യാവശ്യം നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകും. പക്ഷേ ഇറ്റ്സ് നോട്ട് ദ പ്രോപ്പർ കൈൻഡ് ഓഫ് സേവിങ്. അത് നമുക്കങ്ങനെ പറയാൻ പറ്റത്തില്ല. പിന്നെ അത് മാത്രമല്ല, ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഈ ഒരു ഊബർ. നമ്മുടെ വണ്ടിയുടെ ചിലവും കാര്യങ്ങളൊക്കെ ലൈക്ക് അത് നമ്മുടെ നല്ല രീതിയിൽ വേറെണ്ടയറും കാര്യങ്ങളൊക്കെ നമുക്ക് പോകുന്നതാണ്. സോ അതിൽ നിന്നും ആ ഒരു സമയത്ത് ഞാൻ ഊബർ ചെയ്യുന്നില്ല, വീട്ടിലിരിക്കുന്നു. അപ്പം ഭയങ്കരമായിട്ട് നെഗറ്റീവ് തോട്ട്സ് വന്നു.
സോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് മാനേജിങ് യുവർ മെൻ്റൽ ഹെൽത്ത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് നിങ്ങൾ മാനേജ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും ഒരു ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ളൊരു മൈൻഡും കാര്യങ്ങളും നെഗറ്റീവ് തോട്ട്സും മാത്രമായിരിക്കും ഫീൽ ചെയ്യുന്നുണ്ടാവുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് റിഫ്ലക്ഷൻ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ പേഴ്സണൽ ഗ്രോത്ത് എന്ന് നിങ്ങളൊരു പേഴ്സണലായിട്ട് നിങ്ങളുടെ ഡെവലപ്മെൻറ്റ് ചെയ്യുക, ഒരു ന്യൂ സ്കില്ല് നിങ്ങൾ ലേൺ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇംപ്രവൈസ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ പഠിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു നല്ല പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെ ഒരു പേഴ്സണൽ ഗ്രോത്ത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ത്രൂ ഔട്ട് അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടായിരിക്കും. കാരണം നമ്മൾ ചൊട്ടയിൽ ശീലം ചുടല വരെ എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും ചെയ്തായിരിക്കും വരുന്നത്. പക്ഷേ ഇനി ഇതുവരെയായിട്ട് നിങ്ങൾ തുടങ്ങിയിട്ടില്ലാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ കൈൻഡ്ലി സ്റ്റാർട്ട്. ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ സ്റ്റാർട്ടഡ് സ്പീക്കിംഗ് ടു മൈസെൽഫ്. സോ ഞാൻ വളരെ മീ ടൈം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷേ എപ്പോഴും അല്ല. ഞാൻ ഏറ്റവും കൂടുതൽ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് ഐ ജസ്റ്റ് വാണ്ട് ടു സ്പെൻഡ് സം ടൈം പേഴ്സണലി. എനിക്ക് അങ്ങനെ തന്നെ ഇരിക്കുന്നതാണ് ഇഷ്ടം. അതിനങ്ങനെ ദൂരെ പോകണമെന്നൊന്നുമില്ല. എനിക്ക് വീട്ടിലെവിടെയെങ്കിലും ശാന്തമായിട്ട് നിരുന്നാൽ മതി. പ്രത്യേകിച്ച് ഒരു ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ, നോ ഫോൺസ്, നോ TV, നോ മ്യൂസിക്, ഒന്നുമില്ലാണ്ട്. സോ ഇങ്ങനെ ഇരിക്കുന്നൊരു സിറ്റുവേഷനിലാണ് ഐ സ്റ്റാർട്ടഡ് തിങ്കിങ് ഞാൻ എങ്ങനെ എന്നെ മനസ്സിലാക്കാൻ സാധിക്കും. സോ നിങ്ങളെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ഐ സ്റ്റാർട്ടഡ് സ്പീക്കിംഗ് വെരി ലൗഡ്ലി വെൻ മൈ വൈഫ് ഈസ് നോട്ട് അറ്റ് ഹോം. സോ അങ്ങനെ ഒരു ക്ലോസ്ഡ് റൂമിൽ വളരെ ഒച്ചത്തിൽ സംസാരിച്ചു. ഞാൻ എന്നോട് തന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ പറയണം. വാട്ട് ഐ ലൈക്ക് ടു ഡു, ഇങ്ങനത്തുള്ള എല്ലാ കാര്യങ്ങളും സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ എൻ്റെ ലൈഫിൽ ഇംപ്രവൈസേഷൻ ഉണ്ടാവും, ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും എന്നുള്ളത്. സോ ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് ലൈക്ക് നോട്ട്സ്. ഞാൻ എഴുതാൻ തുടങ്ങി. സോ ബേസിക്കലി നോട്ട്സ് ക്രിയേറ്റ് ചെയ്തു. യു ക്യാൻ യൂസ് ഗൂഗിൾ കീപ് നോട്ട്സ്, നോഷൻ, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഗൂഗിളിൻ്റെ ടാസ്ക് ഉണ്ട്. നിങ്ങൾ ടാസ്ക് പ്രയോറിറ്റൈസ് ചെയ്യുക. ഞാൻ ആദ്യം 5, 6, 7, 8 ടാസ്കുകളൊക്കെ ചെയ്യുമായിരുന്നു, റൈറ്റ് ഡൗൺ ചെയ്യുമായിരുന്നു. പക്ഷേ ചെയ്യാറില്ലായിരുന്നു, ഓവർവെൽമിങ് ആയി. സോ ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് 1 ടാസ്ക് പെർ ഡേ. അങ്ങനെ ടാസ്കുകൾ സ്പ്ലിറ്റ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഐ ക്യാൻ ഡു ഇറ്റ്. സോ അങ്ങനെ ടാസ്ക് ആദ്യം നിങ്ങൾ മാനേജ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രൈ ടു ലേൺ സം ന്യൂ സ്കിൽ. ഞാൻ ചെയ്തത് ഐ ടുക്ക് എ ഡിജിറ്റൽ കോഴ്സ്. ഐ ജസ്റ്റ് വാണ്ട് ടു ലേൺ സംതിങ് അറ്റ് ദാറ്റ് ടൈം. ഞാൻ അങ്ങനെ ലേൺ ചെയ്യുന്നുണ്ടായിരുന്നു. ഐ സ്റ്റിൽ ഡു ദാറ്റ്. കുറച്ച് നാളും കൂടെ അതെനിക്ക് ചെയ്യാനുണ്ട്. സോ ഐ എം ബിൽഡിങ് മൈ പേഴ്സണൽ ബ്രാൻഡ്. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഫ്രണ്ട്സിനെ, സുഹൃത്തുക്കളെ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. കാരണം നമ്മളുടെ ഒരു ലൈഫിലെ ഏറ്റവും വേസ്റ്റ് സിറ്റുവേഷനിൽ ഹൂ ഈസ് ഹോൾഡിങ് യുവർ ഹാൻഡ്സ്, അവരാണ് നിങ്ങളുടെ റിയൽ ഫ്രണ്ട്സ്. ഓക്കെ, നിങ്ങൾക്ക് വേസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബിഗ് സീറോ ആയിട്ടിരിക്കുന്ന സിറ്റുവേഷനിൽ നിങ്ങളുടെ കൂട്ടത്തിൽ എത്ര ഫ്രണ്ട്സ് ഉണ്ടോ, ആരൊക്കെയുണ്ട്, അവരൊക്കെയാണ് നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത്. എനിക്ക് നാട്ടിൽ വെച്ച് എനിക്കൊരു സുഹൃത്ത് ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഏറ്റവും വേസ്റ്റ് കണ്ടീഷനിൽ എൻ്റെ തോളത്ത് കൈയിട്ടുണ്ട് നടന്നിരുന്ന അവനാണ്. പക്ഷെ ഇവിടെ വന്നപ്പം എനിക്ക് അവനെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. കാരണം ലൈക്ക് നമുക്ക് ഒരു വീഡിയോ കോള്, ഫോൺ കോള്, മോർ ദാൻ ദാറ്റ് ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ്, നമുക്കൊരു എന്താ പറയുക, നമ്മൾ ആ ഒരു ഹഗ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു ഹഗ്, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ഇങ്ങനെ തോളിൽ കയറ്റി സംസാരിക്കുക. അപ്പം നമുക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ടല്ലോ, അത് തരാൻ എൻ്റെ സുഹൃത്തിനെ കഴിയത്തില്ല. സോ അതെനിക്ക് എൻ്റെ വൈഫിൽ നിന്ന് മാത്രമേ കിട്ടത്തുള്ളൂ. സോ ഷീ സപ്പോർട്ടഡ് മീ ആൻഡ് മൈ ഫ്രണ്ട്സ്. എൻ്റെ അടുത്തുള്ള എൻ്റെ എല്ലാ സുഹൃത്തുക്കളും, ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ടു ദം. എനിക്ക് സാധനങ്ങൾ മേടിച്ച് തരാനാണെങ്കിലും എനിക്ക് മെൻ്റൽ സപ്പോർട്ട് തരാനാണെങ്കിലും ദേ ഹെൽപ്പ് മീ എ ലോട്ട്. സോ എനിക്കെപ്പോഴും തുറന്ന് സംസാരിക്കാൻ ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോം പോലെ എനിക്ക് സുഹൃത്തുക്കളുള്ളതുകൊണ്ട് തന്നെ ഐ എം വെരി ഹാപ്പി. ബട്ട് എപ്പം നമുക്ക് ഇങ്ങനൊരു സിറ്റുവേഷൻ കോൺകർ ചെയ്യുന്നു, ജസ്റ്റ് മിങ്കിൾ വിത്ത് യുവർ ഫ്രണ്ട്സ്, ടോക്ക് വിത്ത് സംബഡി എൽസ്. ഒരിക്കലും നിങ്ങൾ ഒറ്റയ്ക്ക് ടൈം സ്പെൻഡ് ചെയ്യരുത്. നിങ്ങൾ ഒറ്റയ്ക്ക് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു അനലൈസ്, ടേക്ക് യുവർ ഓൺ അസസ്മെൻറ്റ്, നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇമ്പ്രൂവ് ചെയ്യാനുള്ളത്. സോ ഇതൊക്കെയായിരുന്നു എൻ്റെ ലൈഫിൽ നടന്നൊരു കാര്യങ്ങൾ. ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ഭയങ്കര നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് വരും. ഐ ജസ്റ്റ് വാണ്ട് ടു എസ്കേപ്പ് ഫ്രം ദിസ് വേൾഡ് എന്ന് വരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് ലൈഫ് ബോറിംഗ് ആയിരുന്നു. സോ ബോറിംഗ് അല്ലാണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, ജസ്റ്റ് ട്രൈ ടു ഡു സം ഹോബി. നിങ്ങൾ ചെറുപ്പം മുതൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. പാട്ട് പാടുന്നതായിരിക്കാം, നിങ്ങൾ ഗാർഡനിങ് ചെയ്യുന്നതായിരിക്കാം, വാക്കിങ്ങിന് പോകുന്നതായിരിക്കും. എനിക്ക് വാക്കിങ്ങിന് പോകാൻ പറ്റത്തില്ല. എനിക്ക് മ്യൂസിക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ ഐ ടുക്ക് മ്യൂസിക്. പിന്നെ എനിക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു കാര്യം, ഇങ്ങനെ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്ത് വീഡിയോസായിട്ട് ഷെയർ ചെയ്യാനുള്ളതും അങ്ങനെയുള്ള പല പല കാര്യങ്ങളും ഐ സ്റ്റാർട്ടഡ് സ്ക്രിപ്റ്റിംഗ്, ഐ സ്റ്റാർട്ടഡ് മേക്കിംഗ് വീഡിയോസ്. അപ്പം നിങ്ങൾക്കും എന്തെങ്കിലും സ്കില്ലുണ്ടാവും. ആ സ്കില്ലുകളൊക്കെ നിങ്ങൾ ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്ക് കുക്കിംഗ് ചെയ്യാനായിരിക്കും താല്പര്യം. എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് എനിക്ക് കുക്കിംഗ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ്. ചില സമയത്ത് ഭ്രാന്ത് കയറി നല്ലതായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കണം. ഐ ജസ്റ്റ് ഡു മൈ കുക്കിംഗ് മൈ സെൽഫ്. ബട്ട് ഈ ഒരു സിറ്റുവേഷനിൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു.
സോ ഫ്രസ്ട്രേഷൻ, ഡിസ്ട്രാക്ഷൻ ആൻഡ് ഡിസ്റ്റർബൻസ്, ഈ രണ്ട് സാധനം നിങ്ങൾ ഉറപ്പായിട്ട് മാറ്റിയിട്ടുണ്ടാവണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളൊരു മീ ടൈം എടുക്കുന്നുണ്ടെങ്കിൽ നോ സോഷ്യൽ മീഡിയ, നോ ലാപ്ടോപ്പ്, നോ ടി വി, നോ മ്യൂസിക്. നിങ്ങളുടെ മീ ടൈം നിങ്ങൾ മാത്രം എടുക്കുക. ടോക്ക് ടു യുവർ സെൽഫ്, ഫൈൻഡ് യുവർ ഓൺ വേ ആൻഡ് കീപ് ഇംപ്രൂവിങ് യുവർ ലൈഫ്. ഓക്കെ, സോ എനിക്ക് അവസാനമായിട്ട് പറയുന്നൊരു കാര്യം, നിങ്ങളാരും ഒറ്റയ്ക്കല്ല എന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. സോ ഞാൻ ഒറ്റയ്ക്കല്ല എന്ന് എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് മനസ്സിലാക്കി തന്നു. അതുപോലെ തന്നെ യു ആർ നോട്ട് അലോൺ. നിങ്ങൾക്ക് എന്തെങ്കിലും മെൻ്റൽ സപ്പോർട്ടോ കാര്യങ്ങളോ വേണമെങ്കിൽ എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സഹായം ഞാൻ ചെയ്തു തരാം. അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ.